ഈ 100 കൊല്ലത്തിന്റെ ആദർശ വിശുദ്ധി ഏറ്റെടുത്ത് ഈ ത്രിവർണ്ണ പതാക ഏന്തി നമ്മുടെ നായകൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോ ശംസുൽ ഉലമയെ കാണാത്തവർക്ക് ആ കണ്ണുകളിൽ ശംസുൽ ഉലമയുടെ തിളക്കമുണ്ട്, ആ തലപ്പാവിൽ ശംസുൽ ഉലമയുടെ ഗാംഭീര്യമുണ്ട്, ആ ശബ്ദത്തിൽ ഈ ഉമ്മത്തിന് ധൈര്യമുണ്ട്, ആ നിലപാടിൽ സമസ്തയുടെ മുൻഗാമികളുടെ ഏറ്റവും വലിയ നെഞ്ചുറപ്പോടെയുള്ള കയ്യൊപ്പുണ്ട്. നമുക്ക് ധൈര്യമുണ്ട്. സയ്യിദുൽ ഉലമയിൽ നിങ്ങൾക്ക് കാണാം. മമ്പുറന്തങ്ങളെ കാണാത്തവർക്ക് സയ്യിദുൽ ഉലമയുടെ ഖുതുബുസ്സമാനെ നിങ്ങൾക്ക് കാണാം. ആത്മീയതയുടെ തസ്കിയത്തും തർബിയത്തും ആ തരീഖത്തിന്റെ വഴികളും നൽകി വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരെ പോലെ ബഹുമാനപ്പെട്ട ഖുതുബി തങ്ങളെ പോലെ പ്രഗത്ഭരായ മഹാന്മാരായ സൂഫിയാക്കളെ വാർത്തുവിട്ടപ്പോ ആ സൂഫികളാണ്, ഔലിയാക്കളാണ്, തരീഖത്തിന്റെ വാഹകരാണ് ഈ സമസ്ത എന്ന പ്രസ്ഥാനത്തെ സ്ഥാപിച്ചത്. ആ പാരമ്പര്യം ഏറ്റെടുത്ത സയ്യിദുൽ ഉലമ ഇങ്ങോട്ട് കടന്നു വരുന്നു. ആ സയ്യിദുൽ ഉലമയെ ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ മഹാനവറുകൾ തലയിൽ കൈവച്ച് ദുആ ചെയ്തിട്ടുണ്ട്, മന്ത്രിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ തങ്ങളൊട്ടിയ പടച്ചവനെ നീ ഉയർത്തണേ എന്ന് റഈസുൽ മുഹഖഖീൻ സയ്യിദുൽ ഉലമയുടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ദുആ ചെയ്തിട്ടുണ്ട്. ബാറക്കല്ലാഹു ഫീ ഇൽമിക എന്ന് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ കിതാബ് ഓതി കൊടുക്കുക മാത്രമല്ല, ആത്മീയതയുടെ അസ്റാറുകൾ കൈമാറിയിട്ടുണ്ട് സയ്യിദുൽ ഉലമക്ക്. അതുകൊണ്ടാണ് ഈ ഖബൂലിയത്ത് വെറുതെയാണെന്ന് മനസ്സിലാക്കണ്ട. എല്ലാവരും സയ്യിദുൽ ഉലമയെ കാണുമ്പോൾ ബഹുമാനിക്കുന്നു. നാനാജാതി മതവിഭാഗക്കാർ സയ്യിദുൽ ഉലമയെ ജിഫ്രി തങ്ങളെ അറിയാത്ത ആളുകൾ ആരുമില്ല. ഞങ്ങൾ ബഹ്റൈനിലും മറ്റും പല വിദേശ രാജ്യങ്ങളിൽ തങ്ങൾ ഉസ്താദിന്റെ കൂടെ പോകുമ്പോൾ എയർപോർട്ടിലും അവിടെ ചെല്ലുമ്പോഴുമൊക്കെ പല മറ്റു മതക്കാരായ ആളുകൾ ഓടി വന്ന് തങ്ങളെ അങ്ങയുടെ കൂടെ ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. എന്തേ? അവര് ക്രിസ്ത്യാനികളാണ്, ഹിന്ദുക്കളാണ്. അങ്ങേ ഞങ്ങൾക്കറിയാം, പത്രപ്രവർത്തകർക്കറിയാം, രാഷ്ട്രീയ പാർട്ടിക്കാർക്കറിയാം. എല്ലാവർക്കും ബഹുമാനമാണ്, ആദരവാണ്, സമസ്തക്കാർക്ക് ആദരവാണ്. അതോടൊപ്പം സുന്നികളായ എല്ലാ സംഘടനകളും സയ്യിദുൽ ഉലമയെ ആഗ്രഹിക്കുന്നു, ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. ഈ ഖബൂലിയത്ത് വെറുതെ ഉണ്ടായതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇതൊരു ആത്മീയതയുടെ ഏറ്റവും വലിയ മനോഹാരിതയാണ്. ആ പൂമുഖം പുഞ്ചിരിക്കുന്ന, ആ പ്രകാശിക്കുന്ന മുഖം കാണുമ്പോ ആ ഒരു ഖബൂലിയത്തിന്റെ ഒരു അടയാളമുണ്ട്. മുത്തനബി പറഞ്ഞു, അള്ളാന്റെ അടിമകൾ ഖിയാറു ഇബാദില്ലാഹില്ലദീന ഇദാ റഊ ദുക്റല്ലാഹ്, അവരെ കാണുമ്പോ അള്ളാനെ ഓർമ്മ വരും, ഈമാനിന്റെ പ്രകാശം ഉണ്ടാകും. അതല്ലേ സമസ്തയുടെ ഉലമാക്കൾ ശംസുൽ ഉലമയെ, വരക്കല തങ്ങളെ, ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങളെ ഒക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന മനോഹരമായ രൂപം. ഇന്ന് ഞാനൊന്ന് പറയട്ടെ, ഇതാണ് നമ്മുടെ വഴി. സുന്നികൾക്ക്, സമസ്തക്കാർക്ക് മറ്റുള്ളവർ കാണുമ്പോൾ പോലും വഖാറും ഹൈബത്തും ഈമാനിന്റെ പ്രകാശവും തോന്നുന്ന ഈ നേതാക്കളാണ് നമ്മുടെ മുൻനിരക്കാർ. അങ്ങനെ പ്രകാശിക്കുന്ന ഒരു ഖബൂലിയത്തുള്ള മുഖമുള്ളവർ എന്തേ വഹാബികളെ, മൗദൂദികളെ നിങ്ങൾക്ക് ലഭിക്കാതെ പോയത്? ഞങ്ങളൊന്ന് പറയട്ടെ, ഈ പുതിയ തലമുറയോട്, ആലപ്പുഴക്കാരോട്, ഈ കടപ്പുറത്ത് ഒരുമിച്ച് കൂടിയ സമസ്തക്കാരോട്, ഈ 100 കൊല്ലത്തിന്റെ ആദർശ വിശുദ്ധി ഏറ്റെടുത്ത് ഈ ത്രിവർണ്ണ പതാക ഏന്തി നമ്മുടെ നായകൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോ ശംസുൽ ഉലമയെ കാണാത്തവർക്ക് ആ കണ്ണുകളിൽ ശംസുൽ ഉലമയുടെ തിളക്കമുണ്ട്, ആ തലപ്പാവിൽ ശംസുൽ ഉലമയുടെ ഗാംഭീര്യമുണ്ട്, ആ ശബ്ദത്തിൽ ഈ ഉമ്മത്തിന് ധൈര്യമുണ്ട്, ആ നിലപാടിൽ സമസ്തയുടെ മുൻഗാമികളുടെ ഏറ്റവും വലിയ നെഞ്ചുറപ്പോടെയുള്ള കയ്യൊപ്പുണ്ട്. നമുക്ക് ധൈര്യമുണ്ട്. സയ്യിദുൽ ഉലമയിൽ നിങ്ങൾക്ക് കാണാം. മമ്പുറന്തങ്ങളെ കാണാത്തവർക്ക് സയ്യിദുൽ ഉലമയുടെ ഖുതുബുസ്സമാനെ നിങ്ങൾക്ക് കാണാം. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ, വരക്കൽ മുല്ലക്കോയ തങ്ങളെ കാണാത്തവർക്ക്, ശംസുൽ ഉലമയെ കാണാത്തവർക്ക് നിലപാടിലൂടെ, ആദർശ വിശുദ്ധിയുടെ, സുന്നത്ത് ജമാഅത്തിന്റെ കാവൽപടനായി മഹാനായ സയ്യിദുൽ ഉലമയിലൂടെ നമുക്കൊരു വഴി, ഇസ്സത്തിന്റെ വഴി. അതാണ് ഈ യാത്രയുടെ ഈ സ്വീകാര്യത. ആലപ്പുഴ കടപ്പുറത്ത് ഈ ആയിരങ്ങൾ ഒരുമിച്ച് കൂടി ഈ കിട്ടുന്ന ഈ ജാഥയെ തങ്ങളെ അനുഗമിച്ചു വരുന്ന എത്രയോ ആളുകൾ. മനോഹരമായ ഒരു യാത്രയാണ്. ഇൻഷാ അല്ലാഹ് പിന്നിട്ട വഴിത്താരകളെ ധന്യമാക്കി ഇങ്ങോട്ട് കടന്നു വരാനുള്ളത്. ആവേശത്തോടെ നിങ്ങളെ ഓരോരുത്തരെയും കാസർകോട്ടെ കുണിയയിലെ സമസ്തയുടെ 100ാം വാർഷികത്തിന് സയ്യിദുൽ ഉലമ നേരിൽ ക്ഷണിക്കുന്നതിന് വേണ്ടി കടന്നു വരികയാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.